ഹായ്, എല്ലാവർക്കും അനീഷ് ലേണിംഗ് PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളം അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലകളിലൂടെ എന്നുള്ള ഭാഗമാണ്. അതായത് ജില്ലകളുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ഹോൾമാർക്ക് ജില്ല ഏത്? ഇടുക്കി. കേരളത്തിലെ ആദ്യ ഹോൾമാർക്ക് ജില്ലയാണ് ഇടുക്കി. അടുത്തത്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏത്? നേര്യമംഗലം. എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് ഏത്? പാമ്പാക്കുട. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്താണ് എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട. അടുത്തത്, ദക്ഷിണ നാവികസേനയുടെ ആസ്ഥാനം എവിടെ? കൊച്ചി. ദക്ഷിണ നാവികസേനയുടെ ആസ്ഥാനം വരുന്നത് കൊച്ചിയാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ സാക്ഷരത ഗ്രാമം ഏത്? മുല്ലക്കര. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ സാക്ഷരത ഗ്രാമമാണ് മുല്ലക്കര. തൃശ്ശൂർ ജില്ലയിലെ മുല്ലക്കരയാണ്. അടുത്തത്, കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏത്? പാലക്കാട്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. അടുത്തത്, ഏറ്റവും കൂടുതൽ കയർ ഫാക്ടറികളുള്ള കേരളത്തിലെ ജില്ല ഏത്? ആലപ്പുഴ. ഏറ്റവും കൂടുതൽ കയർ ഫാക്ടറികളുള്ള കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. അടുത്തത്, കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ഏത്? കണ്ണൂർ. കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് ഏത്? വെങ്ങാനൂർ. തിരുവനന്തപുരത്തെ വെങ്ങാനൂരാണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏത്? കൊല്ലം ജില്ല. കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ തീവണ്ടി ദുരന്തം നടന്ന സ്ഥലം ഏത്? പെരുമൺ. കൊല്ലം ജില്ലയിലെ പെരുമണ്ണാണ് കേരളത്തിലെ ഏറ്റവും വലിയ തീവണ്ടി ദുരന്തം നടന്ന സ്ഥലം. അടുത്തത്, സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ഏത്? കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റിയാണ് കോട്ടയം. അതുപോലെ തന്നെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം ഏതാണെന്ന് ചോദിച്ചാലും കോട്ടയം പട്ടണമാണ്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏത്? ബേക്കൽ കോട്ട. കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. അടുത്തത്, കേരളത്തിൽ ആദ്യ 3G മൊബൈൽ സംവിധാനം ലഭ്യമായ നഗരം ഏത്? കോഴിക്കോട്. കേരളത്തിൽ ആദ്യ 3G മൊബൈൽ സംവിധാനം ലഭ്യമായ നഗരമാണ് കോഴിക്കോട് നഗരം. അടുത്തത്, കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി ഏത്? നെയ്യാർ. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി എന്നറിയപ്പെടുന്നത് നെയ്യാർ നദിയാണ്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ പഞ്ചായത്ത് ഏത്? താനൂർ. മലപ്പുറം ജില്ലയിലെ താനൂരാണ് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ പഞ്ചായത്ത് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, കേരളത്തിലെ രണ്ടാമത്തെ വിൻഡ് എനർജി ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെ? രാമക്കൽമേട്. ഇടുക്കി ജില്ലയിലെ രാമക്കൽമേടിലാണ് കേരളത്തിലെ രണ്ടാമത്തെ വിൻഡ് എനർജി ഫാം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ വിൻഡ് ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കഞ്ചിക്കോട് ആണ് അല്ലേ? പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടിലാണ് കേരളത്തിലെ ആദ്യത്തെ വിൻഡ് എനർജി ഫാം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ വിൻഡ് എനർജി ഫാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ രാമക്കൽമേടിലാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യ ഹൈഡൽ ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെ? മൂന്നാർ. ഇടുക്കി ജില്ലയിലെ മൂന്നാറിലാണ് കേരളത്തിലെ ആദ്യ ഹൈഡൽ ടൂറിസം പദ്ധതി ആരംഭിച്ചത്. അടുത്തത്, കേരളത്തിലെ ഏക ആന പരിശീലന കേന്ദ്രം ഏത്? കോടനാട്. എറണാകുളം ജില്ലയിലെ കോടനാടാണ് കേരളത്തിലെ ഏക ആന പരിശീലന കേന്ദ്രമെന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, പ്രാചീന കേരളത്തിലെ പ്രസിദ്ധമായ തുറമുഖം ഏത്? കൊടുങ്ങല്ലൂർ തുറമുഖം. എറണാകുളം ജില്ലയിലെ കൊടുങ്ങല്ലൂർ തുറമുഖമാണ് പ്രാചീന കേരളത്തിലെ പ്രസിദ്ധമായ തുറമുഖം. അടുത്തത്, കേരളത്തിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏത്? ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. തൃശ്ശൂർ ജില്ലയിലെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് കേരളത്തിലെ നയാഗ്ര എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത വില്ലേജ് ഏത്? വരവൂർ. കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത വില്ലേജാണ് വരവൂർ. തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? പാലക്കാട്. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് പാലക്കാട് ജില്ല. അടുത്തത്, കേരള ലളിതകലാ അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ. കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്തത്, സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏത്? പെരുമാട്ടി. പാലക്കാട് ജില്ലയിലെ പെരുമാട്ടിയാണ് സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്. അടുത്തത്, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിൻ്റെ കേരളത്തിലെ ആസ്ഥാനം എവിടെ? കഞ്ചിക്കോട്.
ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിൻ്റെ കേരളത്തിലെ ആസ്ഥാനമാണ് കഞ്ചിക്കോട്. അടുത്തത് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന ജില്ല ഏത്? കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന ജില്ലയാണ് കാസർഗോഡ്. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏത്? അഷ്ടമുടിക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്നറിയപ്പെടുന്നത് വേമ്പനാട്ട് കായലാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യ പോലീസ് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലത്തിൽ. കൊല്ലം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ല ഏത്? തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ലയാണ് തിരുവനന്തപുരം. അടുത്തത് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിൽ. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. അടുത്തത് കേരളത്തിലെ ആദ്യ സിമൻറ്റ് ഫാക്ടറി ഏത്? ട്രാവൻകൂർ സിമൻറ്റ് ഫാക്ടറി. കോട്ടയത്തെ നാട്ടകത്താണ് ഈ സിമൻറ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ സിമൻറ്റ് ഫാക്ടറി എന്നറിയപ്പെടുന്നത് ട്രാവൻകൂർ സിമൻറ്റ് ഫാക്ടറിയാണ്, കോട്ടയം ജില്ലയിലെ നാട്ടകത്ത്. അടുത്തത് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെ? കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് കോഴിക്കോട് ജില്ലയിലാണ്. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം ഏത്? വെള്ളായണി കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ. ഒന്നാമത്തെ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട തടാകമാണ്. രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ. അടുത്തത് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള കേരളത്തിലെ ജില്ല ഏത്? തൃശ്ശൂർ. ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള കേരളത്തിലെ ജില്ലയാണ് തൃശ്ശൂർ ജില്ല. അടുത്തത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കേരളത്തിലെ ജില്ല ഏത്? കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല. അടുത്തത് കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കോഴിക്കോട് ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. അടുത്തത് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏത്? കാസർഗോഡ്. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ് ജില്ല. അടുത്തത് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് ഏത്? കുന്നത്തൂർ. കൊല്ലം ജില്ലയിലെ കുന്നത്തൂരാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക്. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏത്? ഏറനാട്. മലപ്പുറം ജില്ലയിലെ ഏറനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂരാണ് കൊല്ലം ജില്ലയിൽ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് എന്നറിയപ്പെടുന്നത് ഏറനാട്, മലപ്പുറം ജില്ലയിൽ. അടുത്തത് കേരളത്തിലെ ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ജില്ല ഏത്? ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല. അടുത്തത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം ഏത്? മഞ്ചേശ്വരം. കേരളത്തിലെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലമാണ് മഞ്ചേശ്വരം. അടുത്തത് പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏത്? ആലപ്പുഴ. പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. അടുത്തത് കേരളത്തിലെ ലോകസഭാ സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? ആലത്തൂർ, മാവേലിക്കര. കേരളത്തിലെ ലോകസഭാ സംവരണ മണ്ഡലങ്ങൾ രണ്ടെണ്ണമാണ്, ആലത്തൂരും മാവേലിക്കരയുമാണ്. അടുത്തത് കേരളത്തിൽ ഏറ്റവും കുറവ് വനപ്രദേശമുള്ള ജില്ല ഏത്? ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കുറവ് വനപ്രദേശങ്ങളുള്ള ജില്ലയാണ് ആലപ്പുഴ. അടുത്തത് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല ഏത്? കണ്ണൂർ. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ലയാണ് കണ്ണൂർ ജില്ല. അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംരക്ഷിത വനങ്ങൾ ഉള്ള ജില്ല ഏത്? പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംരക്ഷിത വനങ്ങളുള്ള ജില്ലയാണ് പത്തനംതിട്ട. ഏറ്റവും കുറവ് വനപ്രദേശങ്ങളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴയാണ്. അതേസമയം ഏറ്റവും കൂടുതൽ സംരക്ഷിത വനങ്ങളുള്ളത് പത്തനംതിട്ട ജില്ലയാണ്. അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏത്? ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. അടുത്തത് പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? പാലക്കാട്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ളത് പാലക്കാട് ജില്ലയിലാണ്. അടുത്തത് കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല ഏത്? പത്തനംതിട്ട. കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ലയാണ് പത്തനംതിട്ട. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലകളിലൂടെ എന്നുള്ള ഭാഗമാണ്. അതായത് PSCയിൽ പ്രതീക്ഷിക്കാവുന്ന ജില്ലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യണേ.
ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.